പക്ഷേ സാർ, ഒരു വിമർശനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ വിമർശനം, ഇന്ത്യയിലെ ബുദ്ധിജീവി വർഗമെന്ന് പറയുന്നവരിൽ പലരും വിദേശത്ത് ചെല്ലുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നു. ഒരു ഫ്രഞ്ച് പത്രപ്രവർത്തകനായ ഫ്രാൻസ്വാ ഗോയ്ഡെ ഈയിടെ എഴുതിയിരിക്കുന്നത് അത് അവർക്കെന്തോ അപകർഷതാബോധമുള്ളതാണ്. എന്താണ് നമ്മുടെ ബുദ്ധിജീവി വർഗത്തിന് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് കാരണം? വിദേശത്ത് പോകുന്ന ഇന്ത്യൻ എഴുത്തുകാർ എന്ന് പറയുന്നവർ ഇന്ത്യയുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ എഴുത്തുകാർ അല്ല പലപ്പോഴും, എപ്പോഴും ഞാൻ പറയുന്നില്ല. നേരെ മറിച്ച് അവർ ഒന്നുകിൽ ഇംഗ്ലീഷ് ഭാഷ എന്ന ആ ഒരു മാധ്യമത്തിൽ വളരെ വൈദഗ്ധ്യം നേടിയവരാവാം. അതുപോലെ തന്നെ ഈ മീഡിയ അവരെ വലുതാക്കുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കവി വിക്ടർ സയത്തിനെ പറ്റി എന്നോട് അമേരിക്കയിൽ വെച്ച് ഒരാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയാൾ ഒരുമാതിരി ഒരു സൂട്ടബിൾ ബോയ് എന്നൊക്കെ പറയുന്നത് വായിച്ചിട്ട് ഇവിടെ ഞങ്ങളുടെ കോളേജ് മാസികയിൽ പ്രസിദ്ധീകരിക്കാൻ കൊള്ളാവുന്ന ഒരു സ്റ്റാൻഡേർഡേ ഞാൻ കണ്ടുള്ളൂ. ഞാൻ പരസ്യമായിട്ടൊന്നും പ്രസംഗിക്കാൻ പോയില്ല ആരെ പറ്റിയും. ഒരു സൂട്ടബിൾ ബോയ്, ഈസ് എ സൂട്ടബിൾ ബോയ് ഇൻ യുവർ ഹാൻഡ്സ് എന്ന് ഞാൻ പറഞ്ഞു. എന്നുവെച്ചാൽ അവിടുത്തെ പബ്ലിഷേഴ്സിന്, അവിടുത്തെ വായനക്കാർക്ക് ഒക്കെ തന്നെ. എന്നല്ലാതെ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഇവിടെ എത്രയും ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ എത്ര പേർക്കറിയാം? വെളിയിൽ തകഴിച്ചേട്ടനെ എത്ര പേർക്കറിയാം? ചങ്ങമ്പുഴ എത്ര പേർക്കറിയാം? വൈലോപ്പള്ളി എത്ര പേർക്കറിയാം? കുടിയൊഴിക്കൽ എന്ന കാവ്യം എത്ര പേർക്കറിയാം? ഇവിടുന്ന് വെളിയിൽ അറിയപ്പെടുന്നത് മുഴുവൻ ഒരു ഇത്തിരി സെക്സും മറ്റേതും മറിച്ചതൊക്കെ കുത്തി കയറിയിട്ടുള്ള കുറേ കഥകളും കവിതകളും അത് ആകർഷകമായി വിദേശ പബ്ലിഷിംഗ് കമ്പനികളൊക്കെ പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ അവിടെയാണ് അവർ മലയാളം എഴുത്തുകാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ വെളിയിൽ അറിയപ്പെടുന്നവർ ഇന്ത്യയെ യഥാർത്ഥത്തിൽ പ്രതിനിധാനം ചെയ്യുന്നുവോ എന്ന് മറ്റൊരു ചോദ്യം. ശരിയാണ്. അത് വിമർശനത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രധാന കാര്യം തന്നെ അതാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഫെലോഷിപ്പിൻ്റെ രൂപത്തിലും സ്കോളർഷിപ്പിൻ്റെ രൂപത്തിലും വിദേശ പര്യടന രൂപത്തിലും അനുഭവിച്ചതിന് ശേഷം ഇന്ത്യയെ ഇവർ വിദേശ രാജ്യങ്ങളിൽ താഴ്ത്തിക്കെട്ടുന്നു എന്നുള്ളത് വിദേശികളുടെ പോലും വിമർശനത്തിന് ഇപ്പോൾ പാത്രമായിരിക്കും. അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രത്തിൻ്റെ ഭാവിയില്ല, രാഷ്ട്രീയ ഭാവിയുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അതുപോലെ അവർക്ക് ഇന്ത്യയുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുക എന്നുള്ളതല്ല അവർക്കുള്ളത്. നേരെ മറിച്ച് അവനവൻ്റെ ഒരു പദവി എന്താണ്, ഒരു പാൻ ഒരു യൂണിവേഴ്സൽ നിലവാരത്തിൽ, ഒരു വിശ്വസാഹിത്യ നിലവാരത്തിൽ അവനവൻ്റെ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളതേ അവർക്കുള്ളൂ. അല്ല, ഇങ്ങനെ ഒരു പതനം നമ്മുടെ ഈ ബുദ്ധിജീവി സമൂഹത്തിനുണ്ടാവുമെന്ന് അങ്ങ് എപ്പോഴെങ്കിലും അങ്ങയുടെ ഇത്രത്തോളം പതനം ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഈ പതനത്തെ അതിജീവിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഇതിനാരെങ്കിലും നേതൃത്വം കൊടുക്കാൻ വരും എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഇത് നേതൃത്വമൊന്നുമല്ല, ഇതിലൊരു വായനക്കാരൻ്റെ സമൂഹം തന്നെ ഇതിനെതിരായിട്ട് ഇതല്ല ശരിയെന്ന് മനസ്സിലാക്കും. ഇതല്ല ശരി എന്ന് വായനക്കാരൻ്റെ ഒരു സമൂഹമുണ്ടല്ലോ, വായനക്കാരുടേതായ സമൂഹം, അത് മനസ്സിലാക്കും. അത് യാതൊരു സംശയവുമില്ല. അതെ സാർ, ഒരു അസാമാന്യ ഒരു പ്രത്യാശാവാദിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഇതിനൊരു അടിസ്ഥാന കാരണം? അത് ഒന്ന് ഞാൻ പറയട്ടെ. ഈ വലിയ വരേണ്യവർഗത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പ്രോത്സാഹനങ്ങളും ഒക്കെ സ്വീകരിച്ച് മലയാള ഭാഷയിലെ കവിതയെന്ന് പറഞ്ഞാൽ ഒരു തരം ഈ അച്ചീചരിതങ്ങളാക്കി അങ്ങനെ കേരളത്തിൽ മുഴുവനും പാടിപ്പുകഴ്ത്തി ഉണ്ണിയച്ചി, ഉണ്ണിച്ചിരിദേവി എന്നൊക്കെ പറഞ്ഞിരുന്ന കാലത്ത് ഒരെഴുത്തച്ഛനുണ്ടായി, ഒരു ജ്ഞാനപ്പാനയുണ്ടായി. പിന്നെ രാജാവിൻ്റെയും മുഖത്ത് നോക്കി താൻ ചെയ്യുന്നത് ശരിയല്ലെന്ന് പറയുന്ന ഒരു കുഞ്ചൻ നമ്പ്യാരുണ്ടായി, ഇല്ലേ? നേരെ മറിച്ച് അന്ന് 12-ാം നൂറ്റാണ്ട് 10, 11, 12-ാം നൂറ്റാണ്ടിൽ ഈ ചോദ്യം എന്നോട് ചോദിച്ചാൽ നശിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല, നശിക്കില്ല. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തെ ഈ കലയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രസ്ഥാനം തന്നെ ഇവിടെ ഉണ്ടായി. ഇപ്പോൾ എം പി പോൾ സാറ്, മുണ്ടശ്ശേരി മാഷ്, അതുപോലെ തകഴിച്ചേട്ടൻ, ബഷീർ, ലതാംബി അന്തർജനം, ഇങ്ങനെ എത്രയെത്ര പേരുടെ പ്രസ്ഥാനം ഉണ്ടായി. അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ വ്യക്തിയധിഷ്ഠിതമായിരിക്കുന്ന ഒരു തരം ചില ജാടകളോടുകൂടിയ ചില ആളുകൾ, ചില വിഭ്രാമകങ്ങളായ സ്വപ്നങ്ങൾ, ഫാൻറ്റസികളൊക്കെ ആയിട്ട് വരുന്നു. മലയാള ഭാഷയുടെ തന്നെ തനിമ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള കൃതികളൊക്കെ വരുന്നു. ഞാൻ സമകാലികരായ ആരെയും കയറി കൊത്താനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം മനുഷ്യർ വായിക്കുന്നവർ മനസ്സിലാക്കും. നമ്മുടെ ഉത്കണ്ഠയോടും നമ്മുടെ ഉത്തമബോധ്യത്തോടും നമ്മൾ അങ്ങേയറ്റം ആത്മാർത്ഥതയുള്ളവരായിരിക്കുക. ബി സിൻസിയർ ടുവേഴ്സ് യുവർ കൺവിക്ഷൻ ആൻഡ് യുവർ കൺസേൺസ്. ഈ സാധാരണ മനുഷ്യൻ്റെ നന്മയിൽ ഇത്രയധികം വിശ്വാസം സാറിനുണ്ടാകാനായിട്ട് എന്താണ്, അനുഭവങ്ങളിൽ നിന്നുണ്ടായതാണോ? ഇപ്പോഴും സാധാരണ മനുഷ്യരിലുള്ള നന്മകൾ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്ന ഒരാളാണ്. അതായത് ശത്രുപക്ഷത്ത് പോലും നമ്മൾ കണ്ടിരുന്ന പല രാജ്യങ്ങളിലെയും സാധാരണ മനുഷ്യരെ കാണാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. അവരൊക്കെ വളരെ നല്ലവരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ നല്ലവരാണ്. പിന്നെ അതല്ലാതെ അപൂർവമായിട്ട് ചില രാജ്യങ്ങളിൽ കണ്ടുവെങ്കിലും ആ രാജ്യത്തെ ആളുകളാണോ, ഞാൻ പറയട്ടെ, അമേരിക്ക എന്ന് പറഞ്ഞാൽ വെറും ന്യൂയോർക്കാണോ? അല്ലല്ലോ. അതിന് ഉഴുന്നാളുകളില്ലേ? അവിടെ പോയി ഒന്നും കണ്ടിട്ടില്ല, പഠിക്കാൻ പറ്റിയിട്ടില്ല.
പക്ഷേ അതുപോലെയല്ല, നമ്മൾ ഉൾനാടുകളിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ ജനസമൂഹത്തിൽ ഒരു ധർമ്മചിന്തയും നീതിബോധവും ആധ്യാത്മിക ചിന്തയും ഒക്കെ വളർത്താൻ ആർക്കാണ് സംഭാവന മുഖ്യമായി നൽകാൻ കഴിയുക? ആരാണത് ഏറ്റെടുക്കേണ്ടത്? ആധ്യാത്മികം എന്ന് എഴുതി വയ്ക്കാത്ത ഒരു ആത്മീയതയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇത് എഴുതി വയ്ക്കുന്നിടത്ത് ആകപ്പാടെ കുഴപ്പമാകും. എഴുതി വെച്ചുകൊണ്ട് തെറ്റില്ല, പക്ഷേ എഴുതി വെച്ചു എന്നുള്ളതുകൊണ്ട് ആധ്യാത്മികമാവില്ല. ആ വിശ്വാസത നൽകാൻ ആർക്കാണ് കഴിയുക? ആ ഒരു ചിന്ത സൃഷ്ടിക്കാൻ ആർക്കാണ് നമ്മുടെ ഈ മാറിയ പരിതസ്ഥിതിയിൽ നമ്മുടെ സമൂഹത്തിൽ കഴിയുക? അത് തീർച്ചയായിട്ടും ബുദ്ധിജീവി വിഭാഗം, എഴുത്തുകാരൻ, കലാകാരൻ, അവരെല്ലാവർക്കും സാധിക്കണം. എല്ലാവരും കുറച്ചുകൂടി ഒരു ഇൻ്റലക്ച്വൽ ഓണസ്റ്റി ഉണ്ടാവണം. ഇത് പാൽപ്പായസം, മധുരമുള്ള പാൽപ്പായസം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയ്പുണ്ടെന്ന് രാജാവ് പറഞ്ഞാൽ എല്ലാവരും കയ്പെന്ന് പറയുമ്പോൾ അടിയന് ഈ കയ്പ് ഇഷ്ടമാണെന്ന് പറയാനുള്ള ഇൻ്റലക്ച്വൽ ഓണസ്റ്റി ഉണ്ടല്ലോ, ആ ഓണസ്റ്റി ഉണ്ടാവണം. അത് പക്ഷേ പരസ്പരം ആ ഓണസ്റ്റി ഉണ്ടായാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നാളെ മീഡിയയുടേതായിരിക്കുന്ന ഈ പൊലിമ കിട്ടിയില്ലെന്ന് വരും. മീഡിയ നിങ്ങളിൽ അർപ്പിക്കുന്ന ഒരു ഹാലോ ഉണ്ടല്ലോ, അത് കിട്ടിയില്ലെന്നൊക്കെ വരും. അത് പോട്ടെ എന്ന് വിചാരിക്കണം. എൻ്റെ വാക്കുകൾ വാചകമേളയിൽ ഒരു ബുൽബുദം പോലെ പൊന്തി നാളത്തെ ദിവസം വേറെ വാചകമേള വരുമ്പോൾ ഇതങ്ങ് പോകുമല്ലോ, അതിനുള്ളതല്ല. നേരെ മറിച്ച് അത് ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ നിലനിൽക്കണം. അതിൻ്റെ പൊരുളിനോട് അതിനൊരു ബന്ധമുണ്ടാവണം. ആ പൊരുൾ ജീവിതത്തിൽ പകരണം. ഇതൊക്കെയാണ് ആവശ്യം. അല്ല, ഈ ധർമ്മചിന്തയുടെ കാര്യത്തിൽ മതങ്ങൾക്ക് പങ്കുവഹിക്കാനില്ലേ? തീർച്ചയായിട്ടും വേണമെന്നുണ്ടെങ്കിൽ പങ്കുവഹിക്കാം. എന്താണത്? അതിന് അഭാവമായി നിൽക്കുന്ന അവരുടെ പരസ്പര മാത്സര്യമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അർപ്പണബോധമില്ലായ്മയാണോ? ഞാൻ പറഞ്ഞില്ലേ, ഈ ഓരോരുത്തരുടെ രാഷ്ട്രീയ ഭാവിക്ക് എന്തെല്ലാം ചവിട്ടുപടികൾ ഉണ്ടാകാം എന്നാലോചിക്കുമ്പോൾ ചിലപ്പോൾ മതവും ചവിട്ടുപടിയായിത്തീരുന്നു. നേരെ മറിച്ച് ആ മതം എന്ന് പറയുന്നത്, ഇപ്പം മാർക്സ് തന്നെ പറഞ്ഞു, പണ്ട് ഈ ഓപ്പിയമായിരുന്നു വേദന അറിയാതിരിക്കാൻ കൊടുത്തിരുന്നത്. ചിലപ്പോൾ അത് അങ്ങനെയാവാം. എനിക്ക് ഞാൻ ഈ പുസ്തകങ്ങൾ വായിച്ച് വലിയ ആളുകളെ കോട്ട് ചെയ്യാതെ സ്വന്തം അയൽപ്പക്കത്തും കൺമുമ്പിലും കണ്ടത് വിശ്വസിക്കും. എൻ്റെ അയൽപ്പക്കത്ത് ഒരു പാവപ്പെട്ട ഒരാളിനെ അകാരണമായിട്ടൊരാൾ കുറേ അധികം ഇങ്ങനെ ദ്രോഹിച്ചപ്പോൾ അയാൾ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, നിസ്സഹായനായിട്ട്, ആരും സഹായിക്കാനല്ലോ, പറഞ്ഞു, മോളിൽ ഒരാൾ ഇരിപ്പുണ്ട്, എല്ലാം കാണുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മറ്റവനൊന്ന് ഞെട്ടിപ്പോയി. മനസ്സിലായില്ലേ? നിങ്ങൾ അത്രയധികം അനീതി കാണിച്ചാൽ മുകളിൽ ഒരാൾ ഇരിപ്പുണ്ട്, ഇത് അവൻ്റെ അവസാന വാക്ക്, അവസാന വിധിയുമായ ഒരാൾ ഇരിക്കുന്നു എന്ന് പറയുന്നത്. അതെ, അങ്ങനെ പറയുന്നവന് ഒരു രക്ഷയാണത്. മനസ്സിലായില്ലേ? നീതിബോധമുണ്ടാക്കുന്നതാണെങ്കിൽ, പൗരബോധമുണ്ടാക്കുന്നതാണെങ്കിൽ, ഒരു മുറിവേറ്റ ഒരാത്മാവിന് ആശ്വാസം പകരുന്നതാണെങ്കിൽ, മറ്റൊരാൾക്കത് ഉപദ്രവകരമായി തീരുന്നില്ല എങ്കിൽ ഒരു വിശ്വാസം, അല്ലെങ്കിൽ അത് അന്ധമോ അല്ലെങ്കിൽ ഉത്ബുദ്ധമോ എന്ന് നോക്കാതെ തന്നെ നമുക്ക് അത് തീർച്ചയായിട്ടും അതിനെ അവമതിക്കാൻ ഞാനില്ല. അല്ല, സാർവത്രികമായിട്ടൊരു നിരാശബോധം പ്രകടമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് സാറ് മറ്റാരേക്കാൾ വലിയ പ്രത്യാശാവാദിയായി ഈ രാജ്യത്തിൻ്റെ ജനതയുടെ പുരോഗതി, ശ്രേയസ്സൊക്കെ മുന്നിൽ കാണും. എൻ്റെ ഇന്ത്യ ഈ കലാപങ്ങളെയെല്ലാം അതിജീവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് അത്ര വലിയ മഹത്തായ സംഭാവന ലോകം മുഴുവനും സുഖമായി കഴിയുവാൻ പ്രാർത്ഥിച്ചവരുടേതായ ഒരു രാജ്യമാണ് എൻ്റേത്. ഈ രാജ്യം തീർച്ചയായിട്ടും അതിന് ഈ ലേബലുകളൊന്നും ആവശ്യമില്ല. ആധ്യാത്മികമെന്നോ മറ്റേതെന്ന് മറിച്ച് ഒരു ലേബലും ആവശ്യമില്ല. തമസോമാ ജ്യോതിർഗമയ എന്ന് ക്രിസ്തുവിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ ഹിമാലയത്തിൻ്റെ മുകളിൽ നിന്ന് പ്രാർത്ഥിച്ചത് എൻ്റെ പൂർവികനാണ് എന്നെനിക്ക് വിശ്വാസമുണ്ട്. ഇരുട്ടിൽ നിന്ന് ജ്യോതിസിലേക്ക്, വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്ന്. ലീഡ് കൈൻഡ്ലി ലൈറ്റ് എന്ന് പറഞ്ഞ ആ വാക്ക്, അതും ഇതിൻ്റെ പിന്നാലെ വന്നതല്ലേ. ഇതിൻ്റെ മറ്റൊരു ഭാഷയിലെ ആവിഷ്കരണമാണ്. ഈ ആവിഷ്കരണം ഇനിയും വിവിധ ഭാഷകളിൽ വരും. ഇന്ത്യ ലോകത്തിന് ഒരു വെളിച്ചം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സാമാന്യജനമാണ് എന്ന ബോധം നശിച്ചപ്പോഴാണ് ഇന്ത്യൻ സംസ്കാരം ജീർണിച്ചത്. ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ ഉണ്ടായ ഈ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥന ഇന്ത്യയിലെ ഒരു സാധാരണക്കാരന് പറയാൻ അവകാശമില്ലാതായി. കാരണം അത് സംസ്കൃതമാണ്. അത് ഉപവീതം ധരിച്ച് ഉപനയനം കഴിച്ചവന് മാത്രമേ പറയാവൂ എന്ന് വന്നപ്പോൾ ഈ മഹത്തായ സംസ്കാരം എന്ന് പറയുന്നത് കേരള മടിക്കുത്തിലായി. അപ്പോൾ ഈ രാജ്യത്തിന് അകത്തു നിന്ന് ഒരു ജീർണതയുണ്ടായി. വെളിയിൽ നിന്ന് വന്നവൻ, നമ്മളെക്കാളും വളരെ അധമന്മാരായിരുന്ന ആളുകൾ അവിടെ ഒന്ന് കസേരയിട്ടിരുന്നു. കസേരയല്ല, സിംഹാസനം ഇട്ടിരുന്നു. ഇതൊക്കെ ചരിത്രം പഠിച്ചവർക്കറിയില്ലേ?